ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന യൂണിറ്റ് 1 മിഡീവിയൽ ഇന്ത്യ. ഓക്കെ, അപ്പോൾ അതിൻ്റെ പാർട്ട് 1 നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി പാർട്ട് 2 ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എടുത്തിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ നമുക്ക് എന്താണ് എടുക്കാനുള്ളത്? വിജയനഗര റൂള്. ഓക്കെ, അപ്പോൾ നമുക്ക് വിജയനഗര റൂള് നോക്കി നോക്കാം. ഹോപ്പ് യു ഹാവ് ലേൺഡ് അബൌട്ട് ദ മുഗൾ ഡൈനാസ്റ്റി ദാറ്റ് റൂൾഡ് ഡൽഹി ഡ്യൂറിങ് ദ മിഡീവിയൽ പീരീഡ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? മുഗൾ ഡൈനാസ്റ്റിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. ഡിഫറെൻറ്റ് ഡൈനാസ്റ്റീസ് എക്സിസ്റ്റഡ് ഇൻ സൗത്ത് ഇന്ത്യ ഓൾസോ ഡ്യൂറിങ് ദിസ് പീരീഡ്. അപ്പോൾ എന്താണ്? അപ്പോൾ ഈ സമയത്ത് തന്നെ സൗത്ത് ഇന്ത്യയിൽ വേറെയും കുറേ ഡൈനാസ്റ്റീസ് ഉണ്ടായിരുന്നു. അവരിൽ പ്രോമിനൻ്റ് ആയിരുന്നു ആര്? വിജയനഗര കിങ്ഡം. അപ്പോൾ നമ്മളിനി പഠിക്കാൻ പോകുന്നത് ആരെക്കുറിച്ചിട്ടാണ്? വിജയനഗര കിങ്ഡം. ഓക്കെ, അത് നമുക്ക് നോക്കി നോക്കാം. വിജയനഗര ആൻഡ് ഹംപി. വിജയനഗര സിറ്റി ഓഫ് വിക്ടറി വാസ് ദ നെയിം ഓഫ് ബോത്ത് സിറ്റി ആൻഡ് എ കിങ്ഡം. അപ്പോൾ എന്താണ്? കിങ്ഡത്തിൻ്റെ പേരും അതുപോലെ തന്നെ സിറ്റിയുടെ പേരും സെയിം ആണ്. എന്തായിരുന്നു ആ പേര്? വിജയനഗര. വിജയനഗര എന്ന് പറഞ്ഞാൽ എന്താണ്? സിറ്റി ഓഫ് വിക്ടറി. ഓക്കെ, ദ സിറ്റി വാസ് ഡിസ്ട്രോയ്ഡ് ഇൻ 5065 CE ആൻഡ് റിമെയിൻഡ് ഓൺലി ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ പീപ്പിൾ. അപ്പോൾ എന്താണ്? ഈ സിറ്റി ആകെ നാശമായി, ആകെ ഡെസ്ട്രോയ് ആയി. 5065 CEയിൽ ആകെ നാശമായി. പക്ഷെ കുറച്ച് മനുഷ്യരുടെ മനസ്സിൽ ആ സിറ്റി അപ്പോഴും ഉണ്ടായിരുന്നു. ഇറ്റ്സ് റിമെയിൻഡ് ഇൻ ദെയർ പോപ്പുലർ മെമ്മറി ആസ് ഹംപി. അപ്പോൾ ഹംപി എന്ന പോപ്പുലർ മെമ്മറിയിലായിരുന്നു ഇവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നത്. ദ റെയിൻസ് ഓഫ് ഹംപി വാസ് ഡിസ്കവേർഡ് ഇൻ 80,000 ബൈ കൊളോണൽ മെക്കാനസി ആൻഡ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫീസർ. അപ്പോൾ എന്താണ്? ഈ ഹംപിയുടെ അവശിഷ്ടങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെ കണ്ടുപിടിച്ചത് ആരാണ്? ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫീസർ ആയിട്ടുള്ള കൊളോണൽ മെക്കാൻസി എന്ന് പറയുന്ന ആളാണ്. ദ ഡിസ്കവറി ഡ്രൂ ദ അറ്റൻഷൻ ഓഫ് ദ റിസർച്ചേഴ്സ് ടു ദ ഹിസ്റ്ററി ഓഫ് ദ വിജയനഗര. അപ്പോൾ അങ്ങനെയാണ് ഈ വിജയനഗര എന്നുള്ള സ്ഥലത്തിനെ കുറിച്ചിട്ടും ആ ഡൈനാസ്റ്റിനെ കുറിച്ചിട്ടും അടുത്ത കിങ്ഡത്തിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ഈ ചിത്രത്തിൽ ഈ മാപ്പിൽ കാണിച്ചിരിക്കുന്ന ഈ പിങ്ക് കളറാണ് എന്ത്? വിജയനഗർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത് ഏതൊക്കെ സ്റ്റേറ്റ്, ഇപ്പോൾ പ്രസൻറ്റ് ഇന്ത്യയിലത്തെ ഏതൊക്കെ സ്റ്റേറ്റ് കൂടിയതാണ് ഇതെന്ന് കൂട്ടുകാർ മാപ്പിൽ ഇത് കണ്ടുപിടിച്ച് എഴുതുക. ഓക്കെ, ദ കിങ്സ് ഓഫ് വിജയനഗര. അപ്പോൾ ഇനി നമുക്ക് വിജയനഗരയിലത്തെ കിങ്സിനെ നോക്കാം. സംഗമ ഡൈനാസ്റ്റി. അപ്പോൾ അവിടുത്തെ ആരാണ്? ഹരിഹര ബുക്ക. ഓക്കെ, ഈ നെക്സ്റ്റ് ഡൈനാസ്റ്റിയാണ് എന്ത്? സലുവ ഡൈനാസ്റ്റി, നരസിംഹ സലുവ. ഇനി തുളുവ ഡൈനാസ്റ്റി, വീര നരസിംഹ കൃഷ്ണദേവരായ. ഇനി അരവിന്ദു ഡൈനാസ്റ്റി, തിരുമല വെങ്കിട്ട ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിലത്തെ കിങ്സിനെയും അവരുടെ ഡൈനാസ്റ്റിയും പഠിക്കുക. സംഗമ ഡൈനാസ്റ്റി ഹരിഹര ബുക്ക, സലുവ ഡൈനാസ്റ്റി നരസിംഹ സലുവ, തുളുവ ഡൈനാസ്റ്റി വീര നരസിംഹ കൃഷ്ണദേവരായ, അരവിന്ദു ഡൈനാസ്റ്റി തിരുമല വെങ്കിട്ട ഫസ്റ്റ്. ഓക്കെ, ഇനി എന്താ പറയണത്? ഇത് വിജയനഗര വാസ് ഫൗണ്ട് ഇൻ 3036 CE ബൈ ദ ബ്രദേഴ്സ് ഹരിഹര ആൻഡ് ബുക്ക. അപ്പോൾ വിജയനഗര ഫൗണ്ട് ചെയ്തത് ആരാണ്? ഹരിഹരയും രണ്ട് ബ്രദേഴ്സാണ്. ഹരിഹര ആൻഡ് ബുക്ക എന്ന് പറയുന്ന രണ്ട് ബ്രദേഴ്സ് കൂടിയിട്ടാണ് 3036 വിജയനഗര ഫൗണ്ട് ചെയ്തത്. കൃഷ്ണദേവരായ വാസ് ദ മോസ്റ്റ് ഫേമസ് റൂളർ ഓഫ് ദ പവർഫുൾ ആൻഡ് വെൽത്തി കിങ്ഡം ഓഫ് വിജയനഗര. അപ്പോൾ വിജയനഗരയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റൂളർ ആരാണ്? കൃഷ്ണദേവരായ. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ഫേമസ് ആണ് കൃഷ്ണദേവരായ. ലെറ്റ്സ് നോട്ട് ദ വേർഡ്സ് ഓഫ് ദ യൂറോപ്യൻ ട്രാവലർ ബർബോസ അബൌട്ട് ഹിം. അപ്പോൾ ബർബോസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂറോപ്യൻ ട്രാവലർ എന്താണ്? കൃഷ്ണദേവരായനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ദ കിങ് അലൗഡ് സച്ച് ഫ്രീഡം ദാറ്റ് എനി വൺ ഇറസ്പെക്റ്റീവ് ഓഫ് ബീങ് ക്രിസ്ത്യൻ, ജൂ, മൂർ ഓർ ഹീത്തൻ ക്യാൻ കം ആൻഡ് ഗോ ആൻഡ് ലിവ് അക്കോർഡിംഗ് ടു ഹിസ് ക്രീഡ് വിത്തൗട്ട് ബീങ് അനോയ്ഡ് ഇൻ എനി വേ. ഈക്വാലിറ്റി വാസ് എൻഷുർഡ് ബൈ ദ ജുഡീഷ്യൽ സിസ്റ്റം പ്രസന്റ് ദർ. അപ്പോൾ എന്താണ്? കിങ്ഡം എല്ലാവർക്കും ഫ്രീഡം കൊടുത്തിരുന്നു. എന്തിനാണ്? ക്രിസ്ത്യൻസിനും ജ്യൂസിനും മൂർ ഹേത്തൻ അങ്ങനെ ഒരുപാട് പേര് എല്ലാ കാസ്റ്റിലുള്ളവർക്കും ഫ്രീഡം
കൊടുത്തിരുന്നു. അവർക്ക് ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള വേയിൽ ജീവിക്കാനുള്ള ഫ്രീഡം കൊടുത്തിരുന്നു. എല്ലാവർക്കും ഇക്വാലിറ്റി എന്ന് പറയുന്ന സാധനം ഇക്വാലിറ്റി കൊടുത്തിരുന്നു. ബർബോസ പോർച്ചുഗീസ് ട്രാവലർ ഹു വിസിറ്റഡ് ഇന്ത്യ. അപ്പോൾ ബർബോസ എന്ന് പറഞ്ഞിട്ടുള്ള പോർച്ചുഗീസ് ട്രാവലർ ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വന്നപ്പോൾ പറഞ്ഞതാണിത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുക ദ റെയിൻ ഓഫ് കൃഷ്ണദേവരായ വാസ് എ പീരീഡ് ഓഫ് ഇംപീരിയൽ എക്സ്പാൻഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ എംപയർ. അപ്പോൾ ഈ എംപയർ ഡെവലപ്പ് ചെയ്തതും അതുപോലെ തന്നെ എക്സ്പാൻഷൻ സംഭവിച്ചതും ഒക്കെ ആരുടെ സമയത്താണ്? കൃഷ്ണദേവരായയുടെ സമയത്താണ്. ലോട്ട് ഓഫ് കൺസ്ട്രക്ഷൻ വർക്ക്സ് വർ ക്യാരിഡ് ഔട്ട് ഡ്യൂറിങ് ഹിസ് റെയിൻ. അപ്പോൾ എന്താണ്, ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ഈ കൃഷ്ണദേവരായയുടെ സമയത്ത് നടന്നിട്ടുണ്ട്. അപ്പാർട്ട് ഫ്രം കൺസ്ട്രക്ടിങ് മോർ ഫെസിലിറ്റീസ് ഇൻ ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ഹംപി, ഹി ഓൾസോ ബിൽഡ് ന്യൂ ഫോർട്ട്സ്, പാലസസ് ആൻഡ് ടെമ്പിൾസ്. അപ്പോൾ എന്താണ്, പുതിയ ഫോർട്ട്സും പാലസസും ടെമ്പിൾസും ഒക്കെ കൃഷ്ണദേവരായ ഉണ്ടാക്കിയിട്ടുണ്ട്. അനദർ ഇമ്പോർട്ടൻറ്റ് റീസൺ ഫോർ ഹിസ് ഫെയിം വാസ് റിലീജിയസ് ടോളറൻസ്. ഓർ റിലീജിയൻസ് വാർ ട്രീറ്റഡ് ഈക്വലി ബൈ ഹിം. അപ്പോൾ എന്താണ്, എല്ലാ റിലീജിയനെയും ഈ കൃഷ്ണദേവരായ ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. എല്ലാവരെയും ഒരുപോലെയായിരുന്നു ട്രീറ്റ് ചെയ്തത്. The people of different religions were allowed to follow their beliefs freely. അപ്പോൾ എന്താണ്, the people of different religions allowed to follow their belief freely. അപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടമായ ബിലീഫ് അവരുടെ ഇഷ്ടത്തിന് അവരുടെ ഇഷ്ടമുള്ള പോലെ ചെയ്യാനുള്ള ഒരു അധികാരം അവർക്ക് തന്നെ ഉണ്ടായിരുന്നു. ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചറൽ സ്പിയേഴ്സ് ഓൾസോ വിറ്റ്നസ് റിമാർക്കബിൾ പ്രോഗ്രസ് അണ്ടർ കൃഷ്ണദേവരായ. അപ്പോൾ എന്താണ്, ആർട്ടിനും ലിറ്ററേച്ചറിനും കൾച്ചറൽ സ്പിയേഴ്സിനും ഒക്കെ ഒരു പ്രോഗ്രസ് ഈ കൃഷ്ണദേവരായയുടെ പീരീഡിൽ ഉണ്ടായിരുന്നു. ഹി ഹാഡ് എക്സ്ട്രാ ഓർഡിനറി എഡിക്ഷൻ ആൻഡ് അഡോർഡ് ദ വർക്ക്സ് മലയാള ആൻഡ് ജംബവതി കല്യാണം. He prompted Telugu, Kannada and Tamil literature. Scholars known as Ashtadiggajars adorned the court of Krishnadevayas. അപ്പം നമുക്ക് കിട്ടാത്ത ഓരോ പേരുകളാണ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി വായിച്ച് നോക്കാം. അപ്പോൾ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? 2 എക്സ്ട്രാ ഓർഡിനറി വർക്ക്സ് ഉണ്ടായിരുന്നു. ആ വർക്ക്സിൻ്റെ പേരാണ് മലയാള, അതുപോലെ തന്നെ ജംബവാദി കല്യാണം, അമുക്ത മലയാള. ഓക്കെ, ഇനി എന്താണ്, ഈ തെലുങ്കിനും കന്നഡ, തമിഴ് ലിറ്ററേച്ചറിനൊക്കെ പ്രൊമോട്ട് ചെയ്തിരുന്നു. ദെൻ സ്കോളേഴ്സിനെ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അഷ്ടഡി ഗജാസ് എന്നായിരുന്നു ഈ കൃഷ്ണദേവരായയുടെ കോർട്ടിൽ ഈ സ്കോളേഴ്സിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഒന്ന് നോക്കി നോക്കാം. Monarchy prevailed in Vijayanagara administrative system also. അപ്പോൾ മൊണാർക്കി എന്തായിരുന്നു? വിജയനഗര അഡ്മിനിസ്ട്രേഷനിലും മൊണാർക്കി ഉണ്ടായിരുന്നു. ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ദ കൺട്രി വാസ് ഡിവൈഡഡ് ഇൻ ടു മണ്ഡലം, പ്രൊവിൻസസ്, നാടു, ഡിസ്ട്രിക്ട്സ്, സ്ഥല, സബ് ഡിസ്ട്രിക്ട്സ് ആൻഡ് ഗ്രാമ, വില്ലേജസ്. അപ്പോൾ എന്താണ്, ഈ നമുക്ക് ഈ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഒരു കൺട്രീനെ തന്നെ മണ്ഡലം, നാടു, സ്ഥല, ഗ്രാമ എന്നിങ്ങനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. ദ വാസ് ക്യാബിനറ്റ് ടു ഹെൽപ്പ് ദ കിങ്. അപ്പോൾ കിങ്ങിനെ സഹായിക്കാനായിട്ട് ക്യാബിനറ്റ് ഉണ്ടായിരുന്നു. ദ കിങ് ഹാസ് ദ പവർ ടു ഡിമോട്ട് ആൻഡ് പണിഷ് മിനിസ്റ്റേഴ്സ്. അപ്പോൾ കിങ്ങിന് ഈ മിനിസ്റ്റേഴ്സിനെ പണിഷ് ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരുന്നു. ദ വർ കോർട്സ് അറ്റ് വേരിയസ് ലെവൽ ഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. അപ്പോൾ എന്തായിരുന്നു, കോർട്സ് ഉണ്ടായിരുന്നു. ദ അപ്പീലേറ്റ് അതോറിറ്റി വാസ് ദ കിങ് ഹിംസെൽഫ്. അപ്പോൾ അപ്പീലേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ആരായിരുന്നു? കിങ് തന്നെയായിരുന്നു. മൈനർ ഒഫൻസസ് ആൻഡ് ലേബർ ഡിസ്പ്യൂട്ട്സ് വർ ഡെൽറ്റ് വിത്ത് ബൈ ദ വില്ലേജ് കോർട്ട് ദംസെൽവ്സ്. അപ്പോൾ എന്താണ്, ഈ മൈനർ ഒഫൻസസും അതുപോലെ തന്നെ ലേബർ ഡിസ്പ്യൂട്ട്സും ഈ വില്ലേജിൻ്റെ കോർട്ട് തന്നെ അവർ തന്നെ പരിഹരിക്കും. അതായത് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ തന്നെ പരിഹരിക്കും. ഓക്കെ, ഇനി അടുത്തത് എന്താ, നായകാസ് ആൻഡ് അമരനായകാസ് പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് വിജയനഗര. അപ്പോൾ എന്താണ്, ഈ നായകാസും അമരനായകാസും എന്തായിരുന്നു, ഈ വിജയനഗര അഡ്മിനിസ്ട്രേഷനിൽ ഒരു റോള് വഹിച്ചിരുന്നു. ദ മിലിറ്ററി കമാൻഡേഴ്സ് വർ നോൺ ആസ് അമരനായക. മിലിറ്ററി കമാൻഡേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയണത്? അമരനായകാസ് എന്ന് പറയണത്. ഓക്കെ, ഇനി
ദ കിങ്സ് അലോട്ടഡ് ലാൻഡ് നോൺ ആസ് അമര ടു ദം. അപ്പോൾ അവർക്ക് എന്താണ്, അവർക്ക് വേണ്ടി ഈ കിങ് എന്ത് ചെയ്യും, അമര എന്ന് പറയുന്ന ലാൻഡ് കൊടുക്കും. ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് അമര വാസ് ക്യാരിഡ് ഔട്ട് ബൈ അമരനായകാസ്. അപ്പോൾ ഈ അമരയിലത്തെ അഡ്മിനിസ്ട്രേഷൻ ആര് നോക്കും, അമരനായകാസ് നോക്കും. അമരനായകാസ് ഹാഡ് ദ റൈറ്റ് ടു കളക്ട് ടാക്സസ് ഫ്രം ദീസ് ഏരിയാസ്. അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് ടാക്സ് ഒക്കെ കളക്ട് ചെയ്യുക ആരാണ്, അമരനായകാസ് ആണ്. ദ അമരനായക paid a fixed amount to the king. അപ്പോൾ എന്നിട്ട് അമരനായകാസ് എന്ത് ചെയ്യും, ഒരു ഫിക്സ്ഡ് എമൗണ്ട് കിങ്ങിന് കൊടുക്കും. ദേ ഓൾസോ മെയിൻറ്റെയിൻഡ് എ സർട്ടൻ നമ്പർ ഓഫ് ഫുഡ് സോൾജിയേഴ്സ്, ഹോഴ്സസ് ആൻഡ് എലഫൻസ്. അപ്പോൾ അവരിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, ഒരു സർട്ടൻ നമ്പർ ഓഫ് ഫുഡ് സോൾജിയേഴ്സ് ഉണ്ടായിരുന്നു, ഹോഴ്സസ് ഉണ്ടായിരുന്നു, എലഫൻസ് ഉണ്ടായിരുന്നു. ദ സിസ്റ്റം വാസ് കോൾഡ് ദ അമരനായക സിസ്റ്റം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയണത്, അമരനായക സിസ്റ്റം. അപ്പോൾ വിജയനഗര റൂളിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായിരുന്നു എന്ത്, അമരനായക സിസ്റ്റം. ഓക്കെ ഇനി നമുക്ക് സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ നോക്കാം. വിജയനഗര സൊസൈറ്റി കൺസിസ്റ്റഡ് ഓഫ് വേരിയസ് കാസ്റ്റ് ആൻഡ് റിലീജിയസ്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, ഒരുപാട് റിലീജിയൻസും കാസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. ബ്രാഹ്മിൻസ് വേർ ദ ഡോമിനന്റ് ഗ്രൂപ്പ് ഇൻ ദ സൊസൈറ്റി. അപ്പോൾ അവരിലും ആരായിരുന്നു വലിയവർ, ബ്രാഹ്മിൻസ് ആയിരുന്നു വലിയവർ. ദ വേർ എൻടൈറ്റിൽഡ് ടു ദ റവന്യൂ ഫ്രം ദ land allotted to the temples. Brahmins used to lead the rituals and religious ceremonies in the temples. Other sections of the society were mainly engaged in agriculture, trade and handicrafts. അപ്പോൾ എന്തായിരുന്നു, ഈ ടെമ്പിളിലത്തെ എല്ലാ റിച്വൽസും റിലീജിയസ് സെറമണീസും ഒക്കെ നോക്കുക ആരായിരുന്നു, ഈ ബ്രാഹ്മിൻസ് ആയിരുന്നു. ബാക്കിയുള്ളവരെന്ന് പറഞ്ഞാൽ എന്താ ചെയ്തിരുന്നത്, അവരിങ്ങനെ അഗ്രികൾച്ചറും ട്രേഡും ഹാൻഡിക്രാഫ്റ്റ്സിലും ഒക്കെ ഉള്ളവരായിരുന്നു. കിങ്സ് employed women to prepare accounts of the royal palace and decorate gardens. Polygamy prevailed among the wealthy. Child marriage and the practice of sati were also prevailed in society. അപ്പോൾ എന്തായിരുന്നു, ഈ കിങ്സ് എന്തിനായിരുന്നു ഈ വുമനെ ഈ പ്രിപ്പയർ ടു അക്കൗണ്ട്സ് ഫോർ ദ റോയൽ പാലസിൽ അക്കൗണ്ട്സ് ഒക്കെ നോക്കാനും അതുപോലെ തന്നെ ഗാർഡൻ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാനും ഈ വുമനെ വിളിച്ചിരുന്നു. പോളിഗമി പ്രിവൈൽഡ് എമംഗ് ദ വെൽത്തി. പോളിഗമി ഉണ്ടായിരുന്നു. ചൈൽഡ് മാരേജും സദ്യയുമൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, ഓൾസോ പ്രിവെയിൽഡ് ഇൻ ദ സൊസൈറ്റി. അപ്പോൾ ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, going forward, you have a broad and beautiful street. In this street live many merchants, and there you will find the sorts of rubies and diamonds and emeralds and pearls and clothes that you may wish to buy. Then a fair where they sell horses and oranges and grapes and wood. അപ്പോൾ എന്താണ്, ഒരു പോർച്ചുഗീസ് ട്രാവലർ വിജയനഗരയ്ക്ക് പോയപ്പോൾ അവിടുത്തെ സ്ഥലത്തിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളതാണിത്. ഓക്കെ, ഇനി എന്താ നമുക്ക് hope you have read the traveler given above. Many travelers who visited the country recorded the grandeur and riches of Vijayanagara. The main occupation of the people was agriculture. അപ്പോൾ അവിടുത്തെ മെയിൻ ഒക്കുപേഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരുന്നു, അഗ്രികൾച്ചർ തന്നെയായിരുന്നു. സിൽക്ക് ആൻഡ് കോട്ടൺ ക്ലോത്ത്സ് were commonly used. അപ്പോൾ അവിടെ യൂസ് ചെയ്തിട്ടുള്ള ക്ലോത്ത്സ് എന്ന് പറയുന്നത് സിൽക്കും കോട്ടനും ആയിരുന്നു. ഇറിഗേഷൻ വാസ് പ്രൊവൈഡഡ് ഇൻ ദ അറൈഡ് ഏരിയാസ് അറൗണ്ട് വിജയനഗര. അപ്പോൾ ഇറിഗേഷനും ഒക്കെ പ്രൊവൈഡ് ചെയ്തിരുന്നു. ദ കമലപുരം ലേക്ക് കൺസ്ട്രക്റ്റഡ് ഇൻ 15th century CE, Hiriya Canal and the dam across the തുംഗഭദ്ര റിവർ സ്ട്രെങ്തേൺ ദ അഗ്രികൾച്ചർ സെക്ടർ. അപ്പോൾ ഈ അഗ്രികൾച്ചർ സെക്ടറിനെ സഹായിച്ചിരുന്ന ലേക്കായിരുന്നു എന്തൊക്കെ, കമലപുരം ലേക്ക്, അതുപോലെ തന്നെ ഹിരിയ കനാൽ, അതുപോലെ തന്നെ തുംഗഭദ്ര റിവർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു അവിടുത്തെ അഗ്രികൾച്ചറിനെ സഹായിച്ചിരുന്ന ലേക്സും ഡാംസും ഒക്കെ. ദ ലാൻഡ് വാസ് സർവൈവ്ഡ് ആൻഡ് ടാക്സ്ഡ് അക്കോർഡിംഗ് ടു പ്രൊഡക്ടിവിറ്റി. അപ്പാർട്ട് ഫ്രം ദ ലാൻഡ് ടാക്സ്, ദ മെയിൻ സോഴ്സസ് ഓഫ് റവന്യൂ ടു ദ government were professional tax, building tax, license fees of various kinds and fines imposed by courts. അപ്പോൾ എന്തായിരുന്നു, ലാൻഡ് ടാക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പുറമെ ഉള്ള ടാക്സ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ടാക്സ് ഉണ്ടായിരുന്നു, ബിൽഡിംഗ് ടാക്സ് ഉണ്ടായിരുന്നു, ലൈസൻസ് ഫീസ് ഉണ്ടായിരുന്നു, അങ്ങനെ വാരിയസ് ടൈപ്സ് ഓഫ് ടാക്സസ് ഉണ്ടായിരുന്നു.
The Vijayanagara development into a major trading center. Traders from different parts of the India and the world flocked to the famous city of Vijayanagara. അപ്പോൾ വിജയനഗര എന്തായിരുന്നു, ഒരു മേജർ ട്രേഡിംഗ് സെൻറ്ററായി. ദെൻ വേൾഡിലെ തന്നെ ഒരുപാട് ഭാഗത്തുള്ള ആൾക്കാർ ഇവരുമായി ട്രേഡ് ചെയ്തു. ദ റൂളേഴ്സ് ഗ്രേറ്റ്ലി എൻകറേജ് ഫോറിൻ ട്രേഡ്. അപ്പോൾ ഫോറിൻ ട്രേഡിലൊക്കെ ഈ റൂളേഴ്സ് നന്നായിട്ട് എൻകറേജ് ചെയ്തിരുന്നു. ദ പോർച്ചുഗീസ് ആൻഡ് ദ അറബ്സ് ഹാഡ് മൊണോപ്പൊളി ഓവർ ഫോറിൻ ട്രേഡ്. ട്രേഡ് വാസ് ഓൾസോ ഡൺ വിത്ത് ചൈന ആൻഡ് ശ്രീലങ്ക. അപ്പോൾ പോർച്ചുഗീസിനായിട്ടും അറബ്സിനായിട്ടും അതുപോലെ തന്നെ ചൈന, ശ്രീലങ്ക അവരിനൊക്കെ ആയിട്ട് ഇവിടെ വിജയനഗരയിൽ ട്രേഡ് ചെയ്തു. വിജയനഗരക്കാർ ട്രേഡ് ചെയ്തിരുന്നു, കിങ്ങും എല്ലാവരും. ഓക്കെ, റൂളേഴ്സും ഒക്കെ ട്രേഡ് ചെയ്തിരുന്നു. ദ ട്രേഡ് ഓഫ് ഹോഴ്സസ് ബ്രോഡ് ഫ്രം അറേബ്യ ആൻഡ് സെൻട്രൽ ഏഷ്യ വാസ് മെയിൻലി ഡൺ ബൈ ദ അറബ്സ്. ദ ട്രേഡ് ഓഫ് ഹോഴ്സും അതുപോലെ തന്നെ ദ ട്രേഡ് ഓഫ് ഹോഴ്സ് ബ്രോഡ് ഫ്രം അറേബ്യ ആൻഡ് സെൻട്രൽ ഏഷ്യ വാസ് മെയിൻലി ഡൺ ബൈ ദ അറബ്സ്. ഹോഴ്സ് വേർ ആൻ ഇമ്പോർട്ടൻ്റ് ഐറ്റം ഫോർ ട്രേഡ്. അപ്പോൾ ട്രേഡ് ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഐറ്റം ആയിരുന്നു. അപ്പോൾ അറബ്സിനായിട്ടൊക്കെ ഇവിടെ ട്രേഡ് ചെയ്തിരുന്നു. ഒരു ഇമ്പോർട്ടൻ്റ് ഐറ്റം ആയിരുന്നു എന്ത്, ഹോഴ്സസ്. ഓക്കെ, ഹോഴ്സസ് വേർ ആൻ ഇമ്പോർട്ടൻ്റ് ഐറ്റം ഓഫ് ട്രേഡ്. Local traders involved in horse trading were known as ആരാണ്, കുതിരച്ചെട്ടീസ്. അപ്പോൾ അവരിനെ ഈ ലോക്കൽ ട്രേഡേഴ്സിനെ ഈ ഹോഴ്സിനെ വിൽക്കുന്ന ഈ ലോക്കൽ ട്രേഡേഴ്സിന് നമ്മൾ എന്ത് പറയും, കുതിരച്ചെട്ടീസ് എന്ന് പറയും. കുതിര, മലയാളം തന്നെയാണ് കുതിരച്ചെട്ടീസ് എന്ന് പറയും. ഗ്രാജുവലി ദ പോർച്ചുഗീസ് പുഷ്ഡ് ഔട്ട് ദ അറബ്സ് ആൻഡ് ടുക്ക് കൺട്രോൾ ഓഫ് ഹിസ് ട്രേഡ്. ഇൻകം ഫ്രം ട്രേഡ് സ്ട്രെങ്തൻ ദ നേഷൻ എക്കോണമി. ചൈനീസ് പോട്ടറി ഫൗണ്ട് ഇൻ ദ സിറ്റീസ് ഇൻഡിക്കേറ്റ് ട്രേഡ് റിലേഷൻഷിപ്പ് വിത്ത് ചൈന. അപ്പോൾ എന്തായിരുന്നു, ഗ്രാജുവലി ദ പോർച്ചുഗീസ് പുഷ്ഡ് ഔട്ട് ദ അറബ്സിനെ പുഷ് ചെയ്തു ആൻഡ് ടുക്ക് കൺട്രോൾ ഓഫ് ദിസ് ട്രേഡ്. ഇൻകം ഫ്രം ട്രേഡ് സ്ട്രെങ്തൻ ദ നേഷൻ എക്കോണമി. അപ്പോൾ നന്നായി ആരാണ് ട്രേഡ് ചെയ്തിരുന്നു, ആര് തമ്മിൽ, പോർച്ചുഗീസും ഇവരും തമ്മിൽ, ഈ വിജയനഗരയും തമ്മിൽ. ചൈനീസ് പോട്ടറി ഈ വിജയനഗരയിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ചൈനയുമായിട്ട് ട്രേഡ് ചെയ്തിരുന്നു എന്ന് മനസ്സിലാക്കാം. ഈ കൾച്ചറൽ ലൈഫ് ഓഫ് വിജയനഗര. അപ്പോൾ ഇതെന്താണ്, ഹസറ റാം ടെമ്പിൾ, ഹംപിയിലുള്ള ഒരു ടെമ്പിളാണ് ഹസറ റാം ടെമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് ഇതെന്താ, വിതലസ്വാമി ടെമ്പിൾ, ഹംപി. അപ്പോൾ വിതലസ്വാമി ടെമ്പിൾ ഹംപിയിലുള്ള ഒരു ടെമ്പിളിൻ്റെ പിക്ചറാണ്. ഓക്കെ, During the Vijayanagara period, the cultural life also made great progress. അപ്പോൾ എന്താണ്, കൾച്ചറൽ ലൈഫിനും ഒരുപാട് പ്രോഗ്രസ് ഉണ്ടായിരുന്നു. Many schools were established for the study of Vedas and Sastras. അപ്പോൾ എന്താണ്, കുറേ സ്കൂൾസൊക്കെ ഉണ്ടായിരുന്നു. ഈ വേദനെ കുറിച്ചിട്ടും ശസ്ത്രനെ കുറിച്ചിട്ടൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്കൂൾസൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. The Vijayanagara period witnessed unprecedented growth in the field of art, agriculture, സ്കൾപ്ചർ, ലിറ്ററേച്ചർ ആൻഡ് മ്യൂസിക്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ വളരെയധികം ഗ്രോത്ത് ഉണ്ടായിരുന്നു. ആർട്ടിൽ, ആർക്കിടെക്ചറിൽ, സ്കൾപ്ചറിൽ, ലിറ്ററേച്ചറിൽ, മ്യൂസിക്കിലൊക്കെ ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നു. കിങ്സ് ലൈക്ക് കൃഷ്ണദേവരായ വാസ് പാട്രോൺസ് ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. അപ്പോൾ എന്താണ്, കൃഷ്ണദേവരായ ആയിരുന്നു ഈ ആർട്ടിൻ്റെയും ലിറ്ററേച്ചറിൻ്റെ ഒക്കെ പാട്രോൺസ് എന്ന് പറയുന്നത്. Okay, the Dravidian style of sculpture was dominant during this period. അപ്പോൾ ഈ സമയത്ത് ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു സ്കൾപ്ചറാണ് എന്ത്, ദ ഡ്രാവിഡിയൻ സ്റ്റൈൽ ഓഫ് സ്കൾപ്ചർ എന്ന് പറയുന്നത്. അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് വിജയനഗര സ്റ്റൈൽ ഓഫ് സ്കൾപ്ചർ വാസ് ദ ജൈൻറ്റാനിക് ടെമ്പിൾ ഗേറ്റ് നോൺ ആസ് ഗോപുരംസ്. അപ്പോൾ വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ, ഈ വിജയനഗര സ്റ്റൈലിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറായിരുന്നു എന്ത്, ഈ ടെമ്പിളിലൊക്കെ ഉള്ള ഗോപുരംസ്. ഓക്കെ, എന്താ, രണ്ട് ടെമ്പിളാണ്, ലോട്ടസ് മഹൽ ടെമ്പിളും അതുപോലെ തന്നെ വിരൂപക്ഷ ടെമ്പിൾ. ഹംപിയിലുള്ള രണ്ട് ടെമ്പിൾസാണ് വിരൂപക്ഷ ടെമ്പിൾ, ദെൻ ലോട്ടസ് മഹൽ. ഓക്കെ, The field of literature also made tremendous progress during this period. Telugu literature was the most flourished one. Numerous Sanskrit works were also translated into many regional languages during ദിസ് പീരീഡ്. അപ്പോൾ എന്താ, ലിറ്ററേച്ചറിനും ഒരുപാട് പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട്. തെലുങ്കു ലിറ്ററേച്ചറാണ് അതിലത്തെ ഒന്ന്. അതുപോലെ തന്നെ ഈ സാൻസ്ക്രിറ്റിലുള്ള ഒരുപാട് വർക്ക്സ് എന്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, റീജിയണൽ ലാംഗ്വേജിലേക്ക് ഈ സമയത്ത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങളായിരുന്നു നമ്മുടെ ഫസ്റ്റ് ലെസൺ ആയിട്ടുള്ള മിഡീവിയൽ ഇന്ത്യയിലെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് വേണമെങ്കിൽ കൂട്ടുകാർ കമൻറ്റ് ബോക്സിൽ പറയുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമുക്ക് ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.